ഗുരുവായൂർ പോയുള്ള എല്ലാവരും പോണ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഗുരുവായൂരിലെ ആനക്കോട്ട. ഇവിടെ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഒരു രസം ഉണ്ടാവില്ല. അപ്പം ഞങ്ങളും തന്നെ എന്തായാലും ഗുരുവായൂരെത്തി. അപ്പോൾ ആനക്കോട്ട കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളും പോവാട്ടോ. അശ്വതി ചേച്ചിയൊന്നും പോന്നിട്ടില്ല. ചേച്ചിയൊക്കെ പിന്നെ ഉള്ളിൽ കയറി തൊഴാൻ നിന്നതുകൊണ്ട് ഓരൊന്നും പോന്നിട്ടില്ല. ഓലെ ചേച്ചീനെ ഞങ്ങൾ ഫസ്റ്റത്തെ വീഡിയോയിൽ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. പിന്നത്തെ വീഡിയോയിലൊന്നും ചേച്ചീനെ കാണാൻ കിട്ടിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഏതായാലും ആനക്കോട്ടയിലെ ആനകളൊക്കെ ഒന്ന് കണ്ട് വിശേഷങ്ങൾ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നത് ആനക്കോട്ടയിൽ. അപ്പം പല സ്വഭാവത്തിലും പല രൂപത്തിലും പല ഇപ്പോൾ ഭംഗിയിലുമാണ് കേട്ടോ ആനകൾ. ഒരു ആനേൻ്റെ പോലെ ആവില്ല മറ്റേ ആനേൻ്റെ പോലെ ആവില്ല അതിൻ്റെ അപ്പുറത്തെ ആന. അങ്ങനെ പല ആനകൾക്കും പല പല രൂപങ്ങളാണ് കേട്ടോ. അപ്പോൾ നമുക്കതൊക്കെ ഒന്നിങ്ങനെ കാണാം. താലപ്പൊലിക്കും പൂരത്തിനും ഒക്കെ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ഇത്ര അടുത്തുനിന്ന് ആനേനെ. പക്ഷെ ഇത് പറഞ്ഞാൽ ഒരു ആനേൻ്റെ ഒരു ലോകം തന്നെ പറയാം. അത്രയ്ക്കും ആനകളുണ്ട് കേട്ടോ. മതം പൊട്ടിയത് വേറെ, മതം പൊട്ടാത്തത് വേറെ, അച്ചടക്കമുള്ളത് വേറെ, അടങ്ങി ഒതുങ്ങിയിരിക്കുന്നത് അങ്ങനെയല്ല, അലമ്പന്മാർ വേറെ. അതേപോലെ നമ്മളെ വീട്ടിലിപ്പോൾ എങ്ങനെയാണ് നമ്മളെ മക്കൾ, അതേപോലെ തന്നെ നല്ലതും ഉണ്ടാവും, അതുപോലെ പൊട്ടിത്തെറി ഉണ്ടാവില്ല, അതേപോലെ തന്നെ. അപ്പം അങ്ങനെ പല വിധത്തിലും സ്വഭാവത്തിലുള്ള ആനകൾ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ ഒരാനതാ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കണം. ഒറ്റയ്ക്കല്ല കേട്ടോ. ചില ആനകൾക്ക് പന്തലുണ്ട്, ചില ആനകൾക്ക് പന്തലില്ല കേട്ടോ. അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്കൊക്കെ പന്തലുണ്ട്. ഈ ഭാഗത്ത് വരുമ്പോൾ ഇവർക്കൊന്നും ഇവരും പന്തലുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുന്ന് ഒരു രസമുണ്ടായി. മോള് ചെന്നിട്ട് പാപ്പാനോട് ഈ ആനേൻ്റെ പേരെന്താ ഒക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പേര് പറയുന്നുണ്ട്, ദേവിയാണ് പേര് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എടുത്ത വഴി ആ പാപ്പാന് ഓളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആനേനെ തൊടണോ ചോദിച്ചു. അതിൽ ഒരു എൻ്റെ മുഖത്തേക്ക് നോക്കിട്ടോ, ഞങ്ങളെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പോയി തൊട്ടുള്ളൂ. ഫസ്റ്റ് മോളെന്നെ പോയി തൊട്ടു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ സിദ്ധു നന്ദുട്ടനും കൂടെ ചെല്ലുകയാണ് തൊടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഓരോ തൊടൽ കഴിഞ്ഞ ശേഷം പിന്നീട് കുറേ ആളുകൾ വരും ഞങ്ങൾക്കും തൊടണം പറഞ്ഞിട്ട്. പക്ഷേ ഓൽക്കൊന്നും തൊടാൻ അവസരം കൊടുത്തില്ല കേട്ടോ. പറ്റൂല പറഞ്ഞ് അങ്ങനെ ആക്കി. പിന്നെ ഒരു ആനേനെ കുളിപ്പിക്കുക, ഫുഡ് കൊടുക്കുക, അങ്ങനെ എന്തോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് ഉള്ള പാപ്പാനൊക്കെ ഇങ്ങനെ വടി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. നല്ല അനുസരണയോട് കൂടി പോയി വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കുന്നുണ്ട്. പാപ്പാൻ തന്നെയുണ്ട് ഈ ആനേനെ ഇത്രത്തോളം മെരുക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ഒരു തന്നെയാണ് കേട്ടോ. അല്ലാതെ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ലല്ലോ. അതുകൊണ്ട് ആനപ്പാപ്പ എന്നുള്ള ഒരു പേരും വന്നുല്ലേ. ഇത് പിന്നെ ഈ രണ്ടാനകൾ, ഈ ആനയും ഇപ്പുറത്തെ ആനയും കൂടെ ഇന്നലെ അമ്പലത്തിൽ ശ്രീവേലിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളങ്ങനെ പറയാണ് ഇതാണ് ആ ആനയാണ്, ബലറാമാണ്, അങ്ങനെ ഓരോ പേരുകൾ അന്ന് അവിടെ ഇതിൽ ശ്രീവേലിക്കുണ്ടായ പോലെ കഴുത്തിലുണ്ടാവുമല്ലോ പേര് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഈ ആനയാണ് അത് എന്നൊക്കെ പറയുന്നുണ്ട് കുട്ടികൾ പേരുകളൊക്കെ. അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് ആനകളൊക്കെ കാണാൻ. പക്ഷേ എന്താണെന്നോ ആനകൾ കോലം മാറിയാൽ പിന്നെ നമുക്കൊന്നും പിടിച്ചാൽ കിട്ടൂലല്ലോ. അതുകൊണ്ട് മക്കൾക്ക് എന്തായാലും നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു ആനക്കോട്ടയിലെ കാഴ്ച കേട്ടോ. പോലെ സന്തോഷം നോക്കണ്ട നമ്മൾ. ഗുരുവായൂർക്ക് ഇപ്പോൾ നമ്മൾ വന്നു, ഭഗവാനെ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നു. പക്ഷേ ഓൽക്കും ഒന്ന് സന്തോഷമാവണ്ടേ. ഓൽക്കിപ്പോൾ ആ ഗുരുവായൂരിൻ്റെ അപ്പുറത്ത് കൂടെയുള്ള കടകളൊക്കെ പോയാൽ തന്നെ ഓൽക്ക് സന്തോഷമാവും. പക്ഷേ ഇത് പറയുമ്പോൾ വേറൊരു വൈബല്ലേ. ഇനിയിപ്പോൾ കണ്ടോ ആ കാട്ടിൽ കണ്ടോ കുറേ ആനകൾ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ കുറച്ച് ഡേഞ്ചർ ആയതുകൊണ്ടേ കാരണം ആളുകളൊന്നും ചെല്ലാത്ത അടുത്തേക്ക് അവയെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ ഓല കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി കളിക്കണുണ്ട്, എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. കുട്ടികൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, അങ്ങനെ ആട്ടണം ഇങ്ങനെ ആട്ടണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടേക്ക് എൻ്റെ തേജുട്ടിനെയാണ് കൊണ്ടുവരേണ്ടത്. പക്ഷേ ആളെ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് പിന്നെ പറ്റൂല. പക്ഷെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ തന്നെ ഓന് എന്നോട് തെറ്റിയിട്ടുണ്ട് കേട്ടോ. അമ്മേനോട് ഞാൻ മിണ്ടൂല, അമ്മ ഇങ്ങോട്ട് വരും തന്നെ വേണ്ട, അങ്ങനെയൊക്കെയാണ് പറയണത്. എന്താ ചെയ്യുക, നമ്മൾ വീഡിയോ എടുത്ത് പോയി, ബാക്കി അവിടെ ചെന്നിട്ട് കാണിച്ചു കൊടുക്കാം എന്നുള്ള ഭാവത്തിലാണ് ഞങ്ങൾ. അപ്പോൾ മറ്റുള്ള മൂടി മുല്ല പോരാൻ നേരമുള്ളൂ. അത് കുത്തി കൊടുത്ത് മനുഷ്യൻ്റെ ഒരു പരിവായിന് കേട്ടോ. അതാണ് നിൽക്കണില്ല മരം വരെ. ഇതൊക്കെ മറ്റേ ടിക്കി പോലുള്ള സ്ലൈഡൊക്കെ ആണെങ്കിൽ പിന്നെ നിൽക്കും, അത് നിൽക്കണില്ല. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോണേങ്കിലും അങ്ങനെ പിന്നെയും ഞങ്ങളൊന്ന് സ്റ്റെക്കായി അങ്ങനെ പോവുകയാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിൽ പോയി അമ്പലത്തിലെ പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ നേരെ പിന്നെ വീട്ടിലോട്ട് പോകും. അതാണ്. അപ്പോൾ പോകുമ്പോൾ ആ ഒരു ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ എന്നാണ് ഇപ്പോൾ കാണാമെന്നുള്ളതിലൊക്കെ ഇങ്ങനെയാണ് എല്ലാവരും നിൽക്കുന്നത്. എന്താ ചെയ്യുക, പോയല്ലേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അടുത്തത് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് പറശ്ശിനി കടവാട്ടോ. പറശ്ശിനി കടക്ക് പോകാമെന്ന് വെച്ചാൽ നിൽക്കണത്. അപ്പോൾ ഒരു ആനേനെ വയ്യാതെ കിടക്കുക എന്താണെന്ന് അറിയില്ല, എന്തൊക്കെയോ ഡോക്ടർമാരും അങ്ങനെയൊക്കെ വരുന്നുണ്ട് തോന്നുന്നു. അപ്പോൾ അവിടെ എന്തൊക്കെയോ അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ അങ്ങനെ സൊറ പറയുന്നുണ്ട്. ഇനി ബാക്കി അങ്ങനെ കാണാം കേട്ടോ.
ഇവിടേക്ക് എല്ലാ തരം ആളുകളും വരുന്നുണ്ട് കേട്ടോ. വിദേശികളല്ല, അപ്പം അതായത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാരല്ലാതെ വേറെ ഉണ്ടാവുമല്ലോ, അപ്പം അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ മുസ്ലിംസ് അവരൊക്കെ വരുന്നുണ്ട്. ഒരു അമ്പലത്തിൻ്റെ ഇത് എന്നുള്ള രീതിയിലല്ല വരുന്നത്, ഒരു എന്താപ്പോൾ കാണാനുള്ള ആ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ആനേനെ അങ്ങനെ ശല്യം ചെയ്ത് ഫോട്ടോ എടുക്കരുത്, ബുദ്ധിമുട്ടിക്കരുത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിനാണ് ഈ കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളത്, അതിനപ്പുറം നമ്മൾ കിടക്കാൻ പാടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കല്ലേ, അപ്പോൾ ശില്പിച്ച് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തുതരാന്നൊക്കെ പറഞ്ഞ് കുറേ എടുത്തു തരുന്നുണ്ട് കേട്ടോ. ശില്പിച്ച് നല്ല സഹകരണമാണ്. അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു തരുന്നുണ്ട് ആള്. എന്നായിക്കോട്ടെ നിങ്ങൾ പിടിക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഞാൻ ചേച്ചീൻ്റെ അടുത്ത് ചേച്ചീൻ്റെ അടുത്ത് തരും. അങ്ങനെ അക്ഷി ചേച്ചിനെ മാത്രമേ ഉള്ളൂ ഇതിൽ കിട്ടാത്തത്. കാരണം ചേച്ചി പിന്നെ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് പിന്നെ ഏട്ടനും കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോ കൂടെയല്ലേ പോകേണ്ടത്. അപ്പോൾ പിന്നെ ഞങ്ങളെ കൂടെ ഒന്നും നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ചേച്ചിക്ക് പിന്നെ 4 മണിക്കേറ്റ കയറി അമ്പലത്തിൽ വരിന്ന് തൊഴുതൊക്കെ ഇറങ്ങണം. അപ്പോൾ ചേച്ചി ഇറങ്ങിയപ്പോഴേക്ക് എന്തായാലും 11 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ചേച്ചീനെ ഞങ്ങൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. എന്തായാലും ഞങ്ങൾക്ക് കാണാനൊരു യോഗം ഉണ്ടായല്ലോ, അതന്നെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് അല്ലേ. അതും 3 ജില്ലയിലെ ആളുകൾ, 3 സ്വഭാവമുള്ള ആളുകൾ ഇങ്ങനെ ഒത്തുകൂടാന്ന് പറയുമ്പോൾ അതൊരു അപൂർവം തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പം അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ മാറി ഒറ്റയ്ക്ക് നിൽക്കുന്നത്. അപ്പോൾ പിന്നെന്താണ് ധൈര്യം എന്നോ, കെട്ടിയവനറിയാം എന്തായാലും രാത്രിയാകുമ്പോൾ വീട്ടിലെത്തും എന്നുള്ളത് വീട്ടുകാർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇതിൽ പോയാലും അതിൻ്റെതായ രീതിയിലേ നിൽക്കുള്ളൂ പോവുള്ളൂ എന്നറിയാം. അതിൽ പിന്നെ നമുക്ക് ടെൻഷനില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പോകണേൽ നാട്ടുകാർക്കാവും പ്രശ്നം. ഓള് വാട്സപ്പിൽ ഫ്രണ്ട്സിനൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഓള് പോയത് എന്നുള്ള ധാരണക്കാരൻ. പക്ഷെ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ, അതൊക്കെ പോട്ടെ. അങ്ങനെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ നിന്നാൽ നമ്മളെ സന്തോഷങ്ങളൊന്നും നമുക്ക് കിട്ടൂല. നമുക്ക് നമ്മൾ കെട്ടിയവനെയും വീട്ടുകാരെയും ബോധിപ്പിച്ചാൽ മതി. അത് ഞാൻ ബോധിപ്പിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. പിന്നെ മക്കൾക്ക് കഴിക്കാൻ 2-3 സാധനമൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ നേരെ പോന്നു.